കോഴിക്കോട് വളരെ കാര്യമായ വളരെ വേഗത്തിലാണ് ഇപ്പോൾ വെള്ളം വീഴുന്നത്. നമുക്ക് കാണാമല്ലോ. അത് കാരണം വെള്ളപ്പൊക്കത്തിൽ നിന്ന് കരകളൊക്കെ തൽക്കാലം രക്ഷപ്പെട്ടിരിക്കുകയാണ്. പിന്നെ ഇത്തവണ ഇറിഗേഷൻകാർ തക്ക സമയത്ത് തന്നെ മുഴുവൻ ഷട്ടറും പൊക്കി. അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പൊക്കാവുന്നിടത്തോടെ മാക്സിമം പൊക്കി. ഇനിയിപ്പോൾ ഈ സ്പിൽവേ തന്നെ പുതുക്കി പണിയണം. പുതിയ സ്പിൽവേ വരണം, പുതിയ ഷട്ടർ വരണം. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഉയർത്തുന്ന തരത്തിലുള്ള സംവിധാനത്തോടുകൂടിയുള്ള അതിന് പ്രോജക്റ്റൊക്കെ ആയിട്ടുണ്ട്. അത് അനുവദിച്ച് നിർമ്മിച്ച് പൂർത്തിയായി കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ട തരത്തിൽ ഇവിടുത്തെ ജല ഒഴുക്കും ആവും കരകളിലുള്ള വെള്ളപ്പൊക്കമൊക്കെ തടയാൻ വേണ്ടി പറ്റും. ഇത്തവണ തക്ക സമയത്ത് അവർ ഉയർത്തിയെന്നുള്ളതാണ് വലിയ വെള്ളപ്പൊക്കത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്. പിന്നെ നല്ലതുപോലെ വേഗത്തിൽ ഒഴുകുന്നുണ്ട്. അവിടെ അഴിമുഖത്ത് നല്ല വീതിയിൽ തന്നെ ഇപ്പോൾ അതാണ് 150 മീറ്റർ വീതിയിലായെന്നാണ് പറഞ്ഞത്. ആദ്യം 10-40 മീറ്ററേ ഉള്ളായിരുന്നു. ഇപ്പോൾ 150 മീറ്റർ. ഇപ്പോൾ നമുക്ക് കാണാം അവിടെ കുറേശ്ശെ ഇടിഞ്ഞും പോകുന്നുണ്ട്. തിട്ട മുഴുവൻ പോവില്ല. മുഴുവൻ പോകാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം. കാരണം കുറച്ച് കരിമണൽത്തിട്ട അവിടെ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതായാലും ഗവൺമെൻറ് തക്ക സമയത്ത് ഇടപെട്ടു. ഇതുവരെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾ ഈ ക്യാമ്പുകളിലൊക്കെ പോയി. ക്യാമ്പിൽ തവണ ഇവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ 2 എണ്ണേ ഉള്ളൂ. ഒന്ന് അല്ലമീൻ സ്കൂളിലും അടുത്ത് പായക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ സദ്യാലയത്തിൽ. അവിടെ 2 കൂടി ഏതാണ്ടൊരു 100-125 ഫാമിലികളുണ്ട്. ഫാമിലികളിലെല്ലാം കൂടെ 500 മെമ്പർമാരുണ്ടാവും. എല്ലാവരും ഇവിടെ രാത്രി താമസിക്കുന്നില്ല. രാത്രി താമസിക്കുന്നവരുമുണ്ട്. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം പായും തലയടയൊക്കെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്യണമെന്ന് തഹസിൽദാരോട് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് പിന്നെ വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാൻ അങ്ങ് ഹോർട്ടിക്രോപ്പിലങ്ങ് ആലപ്പുഴയുടെ വടക്ക് അല്ലേ തലവടി പോകണം. അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നല്ല റെസ്പെക്റ്റബിളായുള്ള വലിയ കടകളുണ്ടല്ലോ, പലയിരം കടകൾ. അവിടെ ഒന്ന് വാങ്ങിക്കാനുള്ള പണ്ടങ്ങനെ ചെയ്തിട്ടുണ്ട്. അനുവാദം കൊടുത്തിട്ട് വാങ്ങുകയും ബില്ല് പിന്നെ റവന്യൂ വകുപ്പ് കൊടുത്താൽ മതി, തഹസിൽദാരുടെ വകുപ്പ് കൊടുത്താൽ മതി. അതും സംസാരിച്ചിട്ടുണ്ട്. കളക്ടറുമായിട്ട് പലതവണ സംസാരിച്ചു. കളക്ടർ നല്ലപോലെ ഇടപെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഇപ്പോൾ കൺട്രോളബിളാണല്ല. അതാണ് മന്ത്രി 11 മണിക്കൊരു ഓൺലൈനിൽ വിളിച്ചിട്ടുണ്ട്. എന്നെ നമ്മുടെ ബിജു മന്ത്രി എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഓൺലൈനിലാണ്. അപ്പോൾ അന്നേരം അതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അല്ല, ജില്ലയിലേ അല്ല, ഞാനിപ്പോൾ ഇവിടുത്തെയാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ഒന്നും ആശങ്കപ്പെടാൻ ഇപ്പോൾ ഒന്നുമില്ല. നമ്മൾ കാണുന്നുണ്ട് കരയിലോട്ടൊന്നും വെള്ളം കയറുന്നില്ലല്ലോ. ഇവിടെയൊക്കെ വെള്ളമില്ലല്ലോ. അധികം ഒഴുക്കുമുണ്ട്. എല്ലാം തുറന്ന് ഭംഗിയായിട്ട് വെച്ചതുകൊണ്ട് പ്രശ്നമുണ്ട്. മുൻകാലങ്ങളിലൊക്കെ ഇറിഗേഷൻ സമയത്ത് തുറക്കത്തില്ലത്. നമ്മൾ വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഒരു 30 വർഷം മുമ്പൊക്കെയുള്ള സ്ഥിതി ഞാൻ പറയുന്നത്. വലിയ ബുദ്ധിമുട്ടാണ് ഫൈറ്റ് ചെയ്യാൻ ഇല്ലേ ഇവരോട്. അതെ, ഹൈവേ തടഞ്ഞിട്ടുണ്ട്. ഇത്തവണ ഓട്ടോമാറ്റിക്കായിട്ട് അവർ തുറന്നു. ഞാൻ 2 തവണ കലക്ടറുമായിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചു. അവരെല്ലാം അങ്ങ് തുറന്നു. കുഴപ്പമില്ല. പക്ഷെ പുതിയ സ്പിൽവേ വരണം. ഏറ്റവും ഗംഭീരമായ പുതിയ സ്പിൽവേ വരണം. അതിൻ്റെ എല്ലാ പ്രോജക്റ്റും ആയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടൽ ഭിത്തി അതുപോലെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധാരണയുള്ള കടൽ ഭിത്തിയല്ല. ഒരുമുത്തും കടൽ ഭിത്തി വേണം. അതുപോലെ ഇവിടെ മുതൽ അങ്ങ് വടക്ക് ഏത് സ്ഥലമാണ് നമ്മൾ പറഞ്ഞത്? ചെല്ലാനം മോഡലിലുള്ള കടൽ ഭിത്തി ഉണ്ടാവും. അപ്പോൾ അത് വാക്കിങ്ങിന് കൂടെ പറ്റും. പാർക്ക് പോലെയാവും. ചെല്ലാനം മോഡലിലുള്ള കടൽ ഭിത്തി ഇവിടെ ഉണ്ടാകണം. ഇനി തിരിച്ചു പോകുമ്പോഴും കുറച്ച് സ്ഥലത്ത് പോകും. ക്യാമ്പുകളിലൊക്കെ പോയി. അതാണ് സ്ഥിതി.